നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു ഗംഭീര തമാശ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ് അതിനൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. പൊട്ടട്ടെ ആത്താണ് പൊട്ടി. കണ്ടില്ലേ സുഹൃത്തുക്കളെ, പൊട്ടിയില്ലേ? ആ പൊട്ടല് എന്താ നിങ്ങൾക്ക് മനസ്സിലായ? ആ പൊട്ടിയത് നമ്മുടെ വയനാട്ടിലേക്കുള്ള ടണൽ പ്രൊജക്ട് വരുന്നു. ഇരട്ട ടണൽ പ്രൊജക്ട് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിന്റെ ചിരകാല അഭിലാഷം എന്നൊക്കെ നമുക്ക് പറയാം. എത്രയോ കാലമായിട്ട് തീരെ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു പദ്ധതിക്ക് ഇതാ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. അദ്ദേഹമാണ് ബ്ലാസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. പൊട്ടട്ടെ, ആടി സഖേ എന്നൊക്കെ പറയുന്ന പോലെ പൊട്ടട്ടെ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ എന്താണ്. കേരളത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വസ്തു പോലും നടക്കാൻ പാടില്ല. അതിനൊക്കെ എതിരെ ഞങ്ങൾ എതിർക്കും, ഇതിനൊക്കെ എതിരെ ഞങ്ങൾ ശക്തമായി എതിർക്കും എന്ന് പറഞ്ഞ വീഡിയോ എവിടെയെന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഞാൻ വീണ്ടും കാണിച്ചു തരാം. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, സംശയമില്ല. കണ്ടില്ലേ, ഇവരെ ശക്തിയായ എതിർപ്പുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത് പൊട്ടിക്കാൻ പറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ആളുകളുടെയൊക്കെ ശക്തിയായിട്ടുള്ള പൊട്ടിക്കല് നമ്മുടെ കേരളത്തില് വളരെയധികം അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്ക് മുഴുവനും വളരെയധികം മുട്ടിടിക്കുന്ന, പേടി തോന്നുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനുണ്ട്, പലപ്പോഴും പലരും ആക്ഷേപിക്കുന്ന പോലെയൊക്കെയുള്ള ആ ഒരു മരുമകൻ അടുത്തുണ്ട്, പലപ്പോഴും ആക്ഷേപിക്കപ്പെട്ട വേറൊരു MLA, അദ്ദേഹത്തിന് ലിജീഷ് സംതിങ് ലൈക്ക് ഐ ഫോർഗോട്ട് ഹിസ് നെയിം, അദ്ദേഹം കൂടി തൊട്ടടുത്തുണ്ട്. തൊട്ട് താഴത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഉദ്ഘാടനം നടത്തിയ ടണലിന്റെ മുൻഭാഗമാണ്. ഇതിന് തൊട്ടടുത്തുകൂടി വേറെ തൊട്ടടുത്ത് സമാന്തരമായിട്ട് തന്നെ ഒരു ടണൽ കൂടി വരാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് സുഹൃത്തുക്കളെ. അതിഗംഭീരവും നമുക്ക് വളരെയധികം ആശ്വാസവും സമാധാനവും സന്തോഷമൊക്കെ നൽകുന്ന ഒരു വാർത്തയാണ് ഇതെന്നൊക്കെ പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ചില നല്ല റഷ് സമയത്തൊക്കെ ഭയങ്കര പ്രയാസമാണ്. ആ ഒരു ചുരത്തിൽ നമ്മൾ അങ്ങോട്ട് കുടുങ്ങിക്കിടക്കും. ഇനി ചുരമില്ലാതെ, ചുരത്തിന്റെ പ്രയാസങ്ങളില്ലാതെ ഈസി ആയിട്ട് അവിടേക്ക് എത്തുക എന്നുള്ളത് വയനാട്ടുകാരുടെ ഒരു വലിയ ആഗ്രഹമാണ്. ഇപ്പൊ തന്നെ വയനാട്ടുകാർക്ക് വലിയ സന്തോഷത്തിന്റെ ഒരു പൂത്തിരി കത്തിച്ച പോലെയൊക്കെയുള്ള സംഭവമാണ്. ആ ഒരു ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ സർക്കാരായിരിക്കും പിണറായി വിജയൻ സർക്കാർ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. തന്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കുക, അത് ജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുക, അത് ഉദ്ഘാടനം ചെയ്യുക, ഒരു വർഷത്തിന് ശേഷം അത് ഉദ്ഘാടനം നടത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരൊറ്റ കളക്ടർ നിലനിൽക്കുന്ന സമയത്ത് തന്നെ, ഒരേ കളക്ടറിന്റെ ആ ഒരു അധികാര സ്ഥാനത്തിൽ തന്നെ തുടങ്ങുമ്പോഴുണ്ടായ കളക്ടർ, ആ ദുരന്തം ഉണ്ടാകുമ്പോഴുണ്ടായ കളക്ടർ അതിനെ വീട് കൊടുക്കുമ്പോഴുണ്ടായിരുന്നത് അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറയാൻ കാരണം അത്രയും സ്പീഡായിട്ടാണ് കേരളത്തില് ആ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഇപ്പോഴാ വയനാട്ടുകാർക്ക് ഒരുപക്ഷെ നമ്മുടെ ടൂറിസം ഒക്കെ അതിഗംഭീരമായിട്ട് വളരാൻ സാധ്യതയുള്ള, വളരെയധികം സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. ഇന്ന് അതിനെക്കുറിച്ച് പിണറായി വിജയൻ ഫേസ്ബുക്കിലൊക്കെ തന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതിയത് ഇങ്ങനെയാണ്. നമ്മുടെ മുഖ്യമന്ത്രി എഴുതിയത്, പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് ശരിയല്ല എങ്കിലും ബഹുമാനത്തോടുകൂടി തന്നെ അങ്ങനെ പറയുന്നു കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതല്ല, അത് മറ്റേ അവർക്കുള്ളൊരു ഇതാണ്. നമുക്ക് കൃത്യമായിട്ട് വായിക്കാം. നോക്കൂ, കേരളത്തിന്റെ ചിരകാല സ്വപ്നത്തിന് ഇനി ബ്ലാസ്റ്റിംഗ് വേഗം. പലരും പല രീതിയിൽ ശ്രമിച്ചിട്ടും തടഞ്ഞു നിർത്താനാകാതെ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് പുതിയ ഘട്ടത്തിലേക്ക് കുതിക്കുകയാണ്. പലരും പല രീതിയിലും തടുക്കാൻ ശ്രമിച്ചിട്ടും ആരാടാ തടുത്തേ? ആരാ തടുത്തേ? ഇതാ കണ്ടോക്കി, തടുത്ത ആളെ കാണണ്ടേ? ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, ഒരു സംശയമില്ല. ഈ ചെങ്ങായിമാർക്കൊക്കെ എന്ത് വിഷൻ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്ത് വിഷൻ? നമ്മുടെ കേരളത്തെ കുറിച്ച് എന്ത് സങ്കല്പം ഉണ്ടെന്നാണ്? യാത്ര അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കുറെ സംഗതികൾ ഉണ്ടെന്നല്ല ഇവർ പറയുന്നേ. എന്ത് വിഷൻ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു നല്ല പ്രൊജക്ട് പോലും നമ്മുടെ കേരളത്തിൽ വരാൻ പാടില്ല എന്നുള്ള ഒരു വിഷൻ മാത്രമേ ഇവർക്കുള്ളൂ. എന്തായാലും
അവർക്കൊക്കെ വേണ്ടത്തോളം കൊടുക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി. കള്ളാടി മേപ്പാടി തുരങ്കപ്പാത നിർമ്മാണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കുതിക്കുകയാണ്. വയനാട്ടുകാരുടെ യാത്രാ ദുരിതങ്ങൾക്ക് അന്ത്യം കുറിക്കുമെന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് ഇന്ന് നടന്ന ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ ഉദ്ഘാടനത്തിലും കേരളമാകെ മുഴങ്ങിക്കേട്ടത്. കേട്ടില്ല നമ്മളത്? കേരളത്തിന്റെ ഏറ്റവും നീളമേറിയതും ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ തുരങ്കപാതയുമാണ് 2143 കോടി രൂപയുടെ കിഫ്ബി നിക്ഷേപത്തിൽ ഒരുങ്ങുന്ന ഈ മഹാപദ്ധതി. മലബാറിന്റെ വ്യാപാര വിനോദ സഞ്ചാര മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കാൻ ഈ പദ്ധതിക്ക് സഹായകം. ഒരു സംശയമില്ല. വയനാട്ടുകാർക്ക് ഇത് ഉണ്ടാക്കുന്ന സന്തോഷം ചില്ലറ എന്നാവില്ല. ഈസി ആയിട്ട് പോയി വരാവുന്ന അവസ്ഥയല്ലേ. ഈ വികസന കുതിപ്പിന് തുരങ്കം വെക്കാൻ ശ്രമിച്ചവരുണ്ട്. ലോകം മുഴുവൻ കൈയടിച്ച മുണ്ടക്കെ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ കടക്കൽ പോലും കത്തിവെക്കാൻ നോക്കിയ അതേ ശക്തികൾ എന്ത് വില കൊടുത്തും ഈ പദ്ധതി മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. വി ഡി സതീശൻ തന്നെ, വേറെ ആരുമല്ല. കഴിഞ്ഞ 10 വർഷം സർക്കാർ ഈ നാടും ഒറ്റക്കെട്ടായി ഈ പ്രതിബന്ധങ്ങളെല്ലാം, അത്തരം നശിപ്പുകളെല്ലാം നമ്മൾ മറികടന്നു മുന്നോട്ട് പോയി. ഇനിയും മുന്നോട്ട് പോകണം. ഓക്കെ, ഈ മുന്നോട്ടത് ഏറ്റവും വലിയ ചുവടുവെപ്പുകളൊന്നാണ് ഈ തുരങ്കപാത. അത് ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തീകരിക്കാനായി നമുക്ക് തുടർന്നും കൈകോർത്തു പോകാം. അതിന്റെ അർത്ഥം തുടർന്നും നമ്മുടെ കേരളത്തിൽ വരേണ്ടത് ആരാ? പിണറായി വിജയൻ ഗവൺമെന്റ് ആണ്. തുടർന്നും ഈ ഗവൺമെന്റ് അല്ല വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? കേൾക്കണം കേൾക്കാൻ വേണ്ടിട്ടാ. ടണൽ പ്രോജക്റ്റ്, വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, ഒരു സംശയമില്ല. സുഹൃത്തുക്കളെ, ഇത് AI ഒന്നല്ല. ആ പറയുന്ന മനുഷ്യൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം തന്നെ പറഞ്ഞതാ, ശക്തിയായി എതിർക്കും. അപ്പോ പിണറായി വിജയൻ തുടങ്ങി വെച്ച ഈ ടണൽ പ്രൊജക്ട് ഇനി എങ്ങാനും അടുത്ത തവണ ഈ ഒരു LDF ഗവൺമെന്റ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ കടക്കൽ കത്തിവെക്കും. അത് UDFകാര് എന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശനുള്ള ആൾക്കള് അത് കത്തിവെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്റെ അഭിപ്രായത്തില് അടുത്ത തവണയും VD സതീശൻ ഇതേപോലെ ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിട്ട് നമ്മുടെ കേരളത്തിൽ വേണം. ഇങ്ങനെ ഗവൺമെന്റ്, നമ്മുടെ കേരള ഗവൺമെന്റ് എന്തെങ്കിലും നല്ല പ്രൊജക്ട് കൊണ്ടുവരുമ്പോൾ അതിന്റെ അടിയിൽ കത്തിവെക്കാൻ വേണ്ടിയിട്ട് VD സതീശനെ പോലുള്ള കോൺഗ്രസ്സുകാർ നമ്മുടെ കേരളത്തിൽ ആവശ്യമാണ്. അത് വളരെയധികം ആവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ചില പ്രതിയോഗികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റിനൊക്കെ രസകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അവരെതിർക്കുമ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് അത് നടത്തും. എന്നിട്ട് ലവന്മാരുടെ മുമ്പിൽ നെഞ്ചുയർത്തിങ്ങനെ നടക്കും. അപ്പോൾ അത് നമ്മുടെ കേരളത്തിന് ഗുണകരമാണ്. അപ്പോൾ അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഗുണകരമായിട്ടുള്ള പദ്ധതികൾക്കെല്ലാം തുരങ്കം വെച്ചിട്ട് നമ്മുടെ കേരള ഗവൺമെന്റിനെ കൊണ്ട് അത് ചെയ്യിക്കുന്ന നമ്മുടെ VD സതീശനെ പോലുള്ള ആളുകളൊക്കെ വീണ്ടും പ്രതിപക്ഷത്തിൽ തന്നെ ഇരുത്താൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും കൈകോർക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ. ബൈ.